మిగతా రోజులు తక్కువ మంది వస్తారా? తక్కువ వస్తారు. ഹലോ ഗൈസ്, മൈ ട്രാവൽ ബോക്സ് എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിലെ ഫേമസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേമസ് ആണ്, ഫേമസ് അല്ലയോ എന്ന് ചോദിച്ചാൽ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയത്തില്ല, അങ്ങനെ ഒരു ലൊക്കേഷനാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആലപ്പുഴ എന്നൊക്കെ പറയുമ്പം നമ്മൾ കള്ള് കുടിക്കാൻ ആലപ്പുഴയിലൊക്കെ പോകാറില്ലേ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് നമ്മുടെ ഹൈദരാബാദിലെ ആലപ്പുഴയാണ്. കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നൊരു സ്ഥലമാണ് ഇത്. കള്ളുതോട്ടം എന്നാണ് പറയുന്നത്, അതായത് കള്ളുതോട്ട എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഹൈദരാബാദിലെ ഒരു അടിപൊളി സ്ഥലമാണ്. അത്യാവശ്യം നല്ല പ്യുവർ കള്ള് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഹൈദരാബാദിലുള്ള ആൾക്കാർ വരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും നേരെ വരുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഗൈസ്, നമ്മൾ ഓൾറെഡി ഒരു 7-8 കിലോമീറ്റർ കവർ ചെയ്തു. ഭയങ്കര മഞ്ഞും ഭയങ്കര പുകയും ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ തന്നെയല്ല, നല്ല ഇരുട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്ന് നേരം വെളുത്തത്, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 7-8 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് കാണാം. ഇതെങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി ഫോറസ്റ്റാണ്, നല്ല രസമുണ്ട് ഇതിലേക്കൂടെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ പറയാം. ഓക്കെ, ബൈ ബൈ. കഴിച്ചപ്പോൾ തണുപ്പ് കാരണം വായിക്കൂടെ മൂക്കിക്കൂടെ ഒക്കെ പുകയെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ വീടിക്കകത്ത് എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണിത്. ഞാനങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ODF ഗ്രൗണ്ട്. നീലാകാശം, പച്ചക്കടൽ, എന്നാ ലൈറ്റിംഗ് ആണ് നോക്കിയേ, രസമല്ലേ? സൂപ്പർ ലൈറ്റിങ്. ഇത്രയുടെ നല്ല അടിപൊളി രസമാണ് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ വരണോട്ടോ, സൂപ്പർ. ആദ്യം ഇവിടെ ടിഫിൻ വല്ലതും കിട്ടും നോക്കാം. ടിഫിൻ ഉണ്ട്, നമുക്ക് ടിഫിൻ കഴിച്ചിട്ട് ഇനിയും പോവാം. നല്ല വിശപ്പുണ്ട്. നൈസായിട്ട് ടിഫിനൊക്കെ കഴിച്ചിട്ട് വീണ്ടും റൈഡ്. നമ്മളിപ്പോൾ 13 കിലോമീറ്റർ കവർ ചെയ്തു. ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് ഒടുക്കത്തെ തണുപ്പ് ഭണ്ഡാരം അടങ്ങാനൊക്കെ ഉണ്ട്. ഇച്ചിരി വെയിലുണ്ടോയെന്ന് വിചാരിച്ച്, ഇച്ചിരി വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ച്. അടിപൊളി രസമില്ല കേട്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ എനക്കപ്പള്ളി ജംഗ്ഷന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എനക്കപ്പള്ളി ജംഗ്ഷൻ. ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റ് പോകണം. ലൊക്കേഷനിലെത്തി. സോ ഗൈസ്, നമ്മളിപ്പോൾ ലൊക്കേഷനിലെത്താറായിട്ടുണ്ട്. ലൊക്കേഷനിലെത്തി ശരിക്കും. കൂടെ പട്ടികൾ പുറകെ വരുന്നുണ്ട്. ഉള്ളി, കുടം, കലവും ഒക്കെയാണ്. കുറച്ചകത്തോട്ട് പോകണം. സംഭവം എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? സംഭവം എന്തെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? സംഭവം ഒരുമാതിരിപ്പെട്ട മലയാളികളൊന്നും ഇവിടെ വന്ന് കാണത്തില്ല, അതാണ് സ്ഥലം. ഇവിടെ നേരത്തെ ഒരു കടയുണ്ടായിരുന്നു. എൻ്റെ കടയൊക്കെ പോയാ? ഈ തോട്ടി വെള്ളമുണ്ടാ? ആക്ച്വലി സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അതാണ് തോന്നുന്നത് നാളെ കാണാത്ത. അല്ലെങ്കിൽ നല്ല ആൾക്കാരായി. ഇവിടെ ഒരു തോട്,
സമയം കഴിഞ്ഞു പോയി തോന്നുന്നു. അല്ലേ ഇവിടെ ഭയങ്കര ആളാണ്. അതൊരു കല്ല് തോട്ടം, ഇതവിടെയൊക്കെ കുട ഇരിക്കുന്നുണ്ടോ? ഇവിടുന്ന് കല്ലെടുത്ത് അപ്പം തന്നെ തരും. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പക്ഷേ ഒരു ദിവസം വന്നാലേ ആട് കാണത്തുള്ളൂ. ഇതെന്താ അടിപൊളി. അയ്യ എന്നാ രസം. తీయడానికి వెళ్తున్నావా? అదే మిగతా రోజులు తక్కువ మంది వస్తారా? తక్కువ వస్తారు. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? ഇത് എല്ലാവർക്കും അറിയത്തില്ല. ഹൈദരാബാദിൽ മലയാളികൾക്കൊക്കെ കുറവാന്ന് തോന്നുന്നു ഈ സംഭവം അറിയാവുന്ന. നല്ല രസമാണ്. ഗൈസ് ഇത് കണ്ടോ, നമ്മൾ ഒരു കോപ്പ് കള്ളിട്ട് ഇത് 80 രൂപയുടെ കള്ളാണ്. 80 രൂപയുടെ. നൈസായിട്ട് ഇവിടെ ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒന്ന്. കള്ള് കുടിക്കുന്ന കാണിക്കുമ്പോഴാണ് പ്രശ്നം, നമുക്ക് ഒഴിക്കുന്ന കാണിക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനെന്തോ ഇത് എന്തോന്ന് അറിയത്തില്ല, എന്തോ കള്ള. ഇത് മറ്റേ പനങ്കള്ളാന്ന് തോന്നുന്നു. ആ അടിപൊളി, സൂപ്പർ, നല്ല മധുരം. കുറേ പേരൊക്കെ ഉണ്ടേ, കൊള്ളായിരുന്നു, രസമായിരുന്നു. നോക്കിയേ, പനയുടെ നടുക്ക് തന്നെ ഇരുന്ന് നമ്മൾ പനങ്കല്ല് പിടിക്കുന്നു. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഏകദേശം 30 കിലോമീറ്ററാണ് വൺ സൈഡ്. സോ വൺ സൈഡ് 30 കിലോമീറ്റർ, 60 കിലോമീറ്ററാണ്. ഒരു 30 to 60 കിലോമീറ്റർ നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഈ ലൊക്കേഷനിൽ വരുന്നത്. അപ്പം അത്രയും ദൂരം വന്നിട്ടാണ് നമ്മൾ ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കണ്ടാലും, യൂട്യൂബിലൊന്നും ആരും എന്തായാലും കാണുന്നില്ല, അത് വേറെ കാര്യം. വളരെ കുറച്ച് പേരെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നുള്ളൂ. ഓക്കെ, ഫേസ്ബുക്കിലാണ് കുറച്ചെങ്കിലും വ്യൂസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം.